ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതത്തിലായ ഒരു വിഭാഗം ഇവിടുത്തെ ക്ഷീര കർഷകരാണ്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ക്ഷീര കർഷകർക്ക് വലിയ കൈത്താങ്ങായി മാറുകയാണ് സംസ്ഥാന ക്ഷീരവികസന വകുപ്പ്. മൃഗസംരക്ഷണ വകുപ്പിന്റെയും ക്ഷീരവികസന വകുപ്പിന്റെയും കണക്കുകൾ പ്രകാരം 226ഓളം കന്നുകാലികളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ചൂരൽമല ക്ഷീരസംഘത്തിലെ 12ഓളം കർഷകർക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത്. ദുരിതബാധിത മേഖലയിലെ 30 ഏക്കറോളം സ്ഥലത്തെ തീറ്റപ്പുൽ കൃഷിയും പുൽമേടുകളും നശിച്ചു. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായതു മുതൽ ചൂരൽമലയിലെ ക്ഷീര കർഷകർക്കു വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ സിനാജുദ്ദീൻ പറഞ്ഞു. ക്ഷീരവികസന വകുപ്പ് ആഗസ്റ്റ് 1-ാം തീയതി തന്നെ ഇവിടെ പാലുൽപാദനം പുനഃസ്ഥാപിക്കുകയും സംഘത്തിൽ 22 ലിറ്റർ പാലായിരുന്നു ഈ ദുരന്തത്തിന് ശേഷം ഉണ്ടായത്. 450 ലിറ്ററാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം 200 ലിറ്ററിലേക്ക് പാലുൽപാദനം പഴയ ഗതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സർക്കാർ അതുപോലെ തന്നെ സർക്കാർ ഇതര ഏജൻസികളുമായി ക്ഷീരവികസന വകുപ്പ് വയനാട് ഏകോപിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നും കാലിത്തീറ്റ, തീറ്റപ്പുല്ല്, പച്ചപ്പുല്ല്, ചോളത്തണ്ട്, വൈക്കോല് ഇങ്ങനെയുള്ള പല സാമഗ്രികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. മുണ്ടക്കയിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്ന 20ഓളം പശുക്കളുണ്ട്. ഈ 20ഓളം പശുക്കൾ 1.5 കിലോമീറ്ററോളം ദൂരത്തിൽ അവിടെ റോഡ് ഗതാഗതം ഇല്ല. അത്രയുള്ള സ്ഥലത്തേക്ക് ഞങ്ങളവിടെ ഈ തീറ്റകളൊക്കെ അവിടെ എത്തിച്ചതിന് ശേഷം റെസ്ക്യൂ ഓപ്പറേഷൻ ടീം അതുപോലെ തന്നെ പോലീസ്, പട്ടാളം അവരൊക്കെ ബന്ധപ്പെട്ട് പിന്നെ സന്നദ്ധ സംഘടനകൾ ഇവരൊക്കെ ഇടപെട്ടുകൊണ്ട് തീറ്റ അവിടെ മുകളിലേക്ക് എത്തിക്കുകയും അത്തരത്തിലുള്ള പശുക്കളെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സഹായത്തോടുകൂടി ഉദ്യോഗസ്ഥർക്ക് സഹായത്തോടുകൂടി കറന്നെടുക്കുന്നതും കൂടി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പുല്ലും വൈക്കോലും സൈലേക്ക് എന്ന ഇനത്തിലുള്ള കാലിത്തീറ്റയും ഉൾപ്പെടെ ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ക്ഷീരസംഘങ്ങൾ വഴി കർഷകർക്ക് വിതരണം ചെയ്തു വരുന്നുണ്ട്. ദുരന്തമുണ്ടായ ജൂലൈ 30 മുതൽ ക്ഷീരവികസന വകുപ്പിന്റെ വയനാട് ജില്ലാ ഓഫീസിൽ 24 മണിക്കൂറും സേവനം നൽകുന്ന കൺട്രോൾ സെല്ലും പ്രവർത്തിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, വയനാട്.